ഹായ് ഗൈസ്, ഏലിയൻ ആഷിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്രയും ഒരു ക്വിറ്റ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള ഒരു വീഡിയോന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, കാരണം ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രധാന റീസൺ എന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ അല്ല, ഐ ഡോണ്ട് വോണ്ട് ടു ഡു പ്രൊമോഷൻ ഫോർ എനിവൺ. പക്ഷെ ഇറ്റ്സ് ലൈക്ക് എ റെമിഡി. ഇത് ഇപ്പോൾ വീട്ടിലിരുന്ന് കാണുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ്. പെട്ടെന്ന് പിമ്പിൾസ് വരും, പെട്ടെന്ന് റഫാവും, പെട്ടെന്ന് സ്കിൻ ഡാമേജ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ്. എത്ര തന്നെ ഫേഷ്യൽ ചെയ്താലോ ക്ലീനപ്പ് ചെയ്താലും എന്റെ ഫേസ് ക്ലീൻ ആയിട്ട് ഇരിക്കലൊന്നുമില്ല. പിന്നെ ഫുൾ ടൈം പ്രോഗ്രാം അതും ഇതൊക്കെ ട്രാവൽ ആയത് കൊണ്ട് തന്നെ എന്റെ ഫേസ് എപ്പോഴും ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. സോ അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ടുപിടിച്ചതാണ്. എപ്പോഴും ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെ പോലെ ഒരു ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ എങ്ങനെ പോലെ ഒരു 600 രൂപ 800 രൂപ, പിന്നെ ഇവിടെ നിന്ന് പോകുന്ന ടൈമിങ് നേരത്തെ ബുക്കിംഗ് എടുക്കണം. സോ അപ്പൊ അതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. നോർമലി ഇപ്പോൾ പ്രോഗ്രാമിനിടയ്ക്ക് 1-2 ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ മടിയുള്ള കാര്യമാണ്. സോ അപ്പൊ ഞാൻ കണ്ടുപിടിച്ചതാണ് ഫേഷ്യൽ കിറ്റ്സ്. കണ്ടോ, ഇതൊരെണ്ണം, ഇത് റെഡ് വൈനിൻ്റെ ഒരെണ്ണം, പിന്നെ പപ്പായയുടേത്, ഇനി 2 കൂടി ഉണ്ട്. അത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഇത് 250 രൂപ. എനിക്കത് ഞാൻ നൈറ്റ് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് ഓഫറിൽ കിട്ടിയതാണ് 250-ക്ക്. ചിലർക്ക് 300 കാണിക്കും, പക്ഷെ എന്നാലും നഷ്ടമില്ല. ഇതിപ്പോ ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു 2 വീക്സ് ഒക്കെ ആവുമ്പോൾ യൂസ് ചെയ്യും. ഇതിനകത്ത് ആക്ച്വലി ഇപ്പൊ പപ്പായയുടേത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഫേസ് വാഷ് ചെയ്ത ശേഷം ഒരു ക്ലെൻസർ ഉണ്ട്, അതിട്ട ശേഷം ഇപ്പൊ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന് ഓരോ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നോർമലി എല്ലാത്തിലും ഒരു 6 സ്റ്റെപ്പ് വരാറുണ്ട്. അതിൽ ഇനിയിപ്പോൾ അടുത്ത് വരുന്നത് സ്ക്രബ് വരും, ജെല്ല് വരും, ക്രീം വരും, മാസ്ക് വരും, ലാസ്റ്റ് ഒരു സെറം വരും. ഇത് തന്നെയാണ് നമ്മൾ നോർമലി ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ അവരും ചെയ്തു തരുന്നത്. നമ്മൾ പിന്നെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ എനിക്കിത് യൂസ് ചെയ്തിട്ട് എന്റെ നല്ല ഓയിലി സ്കിന്നാണ്, നല്ല ഡാമേജ് സ്കിന്നാണ്, അത്യാവശ്യത്തിന് പിമ്പിൾസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്കിന്നാണ്. ഇതിന് പ്രത്യേകിച്ച് മെഡിസിനും അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര സൂക്ഷിച്ചാലും പിന്നെയും ഫേസിൽ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര സെൻസിറ്റീവാണ്. സോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു റെമഡി വേണം എന്ന് തോന്നിയപ്പോൾ ഞാൻ യൂസ് ചെയ്ത സാധനമാണ് ഇത്. സജസ്റ്റ് ചെയ്യുന്നത് എന്റെ ഇതേ അവസ്ഥ ഫേസ് ചെയ്യുന്നവർക്ക്, കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമിനൊക്കെ പോകുന്നവർ, ഷൂട്ടിനൊക്കെ പോകുന്നവർ, എപ്പോഴും മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് 1 മണിക്കൂർ, ഇത് എല്ലാം കൂടി ചെയ്യാൻ 1 മണിക്കൂർ എടുക്കും. നമ്മൾ തന്നെ സ്ക്രബ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുക്കും. ആദ്യം ഒരു കിറ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ കൂടി നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന മസാജ് കിറ്റ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം ഞാൻ പാക്കറ്റ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. സോ അപ്പൊ എനിക്ക് 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴത്തേനും എനിക്കിത് യൂസ് ചെയ്യാം. ഒരു 300 രൂപയുടെ കാര്യമേ ഉള്ളൂ. മറ്റേത് ഒരു പ്രാവശ്യം ഞാൻ ക്ലീനപ്പോ അല്ലെങ്കിൽ ഫേഷ്യലോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 600-800 ഒക്കെ വേസ്റ്റ് ആവും. അങ്ങനെ തിങ്ക് ചെയ്യുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ്. ഫേഷ്യൽ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്, ആമസോണിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ ഫേഷ്യൽ കിറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ കാണിക്കും. അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. ഓക്കെ, ബൈ.